കഴിഞ്ഞ 15 വർഷമായി കുമ്പനാട് കൺവെൻഷൻ നടന്നു കഴിഞ്ഞ് കൺവെൻഷൻ സെന്ററിന് സമീപത്തെ വീടുകളിലെ കിണറുകളുടെ അവസ്ഥ ഇതാണ്. കൺവെൻഷൻ സെന്ററിൽ നിന്നുള്ള മലിനജലം കിണറുകളിൽ ഒഴുകിയെത്തിയോടെ കുടിവെള്ളത്തിന് പോലും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക്. 3 പേര് ആശുപത്രിയിലാണ് ഛർദിലും വയറ്റിളക്കവും മൂലം. ഞങ്ങൾ ഭയങ്കരമായ ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. അതുമാത്രമേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണമെന്ന് കോടതി ഉത്തരവ് ഇരിക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്ത് ഞങ്ങൾ അതിനോടല്ല, അതിനെ എതിർക്കുന്ന ഇതിനെയൊന്നുമല്ല. ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കുടിവെള്ളവും ഈ സമീപ താമസികർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളുടെ പ്രശ്നം. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞ് മാത്രമേ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കൺവെൻഷനും നടത്താവൂ എന്ന് ഹൈക്കോടതിയുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും ഉത്തരവുകളാണിത്. എന്നാൽ ഈ ഉത്തരവുകൾ ലംഘിച്ചാണ് കൺവെൻഷൻ നടത്തുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിനുള്ള അതായത് ഒരു 5000 പേരെ പോലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ കുമ്പനാട് ഈ പ്രദേശത്ത് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരുടെ മലവിസർജനം ഈ ദേശത്ത് മുഴുവൻ വ്യാപിച്ച് ഈ കുമ്പനാട് നാശകൂടാലിയായി പോകും. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചാണ് കൺവെൻഷൻ നടത്തുന്നുവെന്നാണ് IPC അധികൃതരുടെ വാദം. പ്രദേശത്തെ കിണറുകളിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് 1500-ന് മുകളിലാണ്. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം സംഭവത്തെപ്പറ്റി പ്രതികരിക്കാൻ IPC അധികൃതർ തയ്യാറായില്ല. റിപ്പോർട്ടർ, പത്തനംതിട്ട.